ഹായ് ഗൈസ്, മറ്റു വീഡിയോകളുടെ തുടർച്ചയായ മറ്റൊരു സ്കാൻഡിനേവിയൻ കൺട്രിയെക്കുറിച്ച് നോക്കിയാലോ? വെൽക്കം ടു ദ ചാനൽ. മറ്റൊരു സ്കാൻഡിനേവിയൻ കൺട്രിയായ നോർവേയെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സ്കാൻഡിനേവിയൻ മേഖലയിലെ പ്രധാന രാജ്യമാണ് ദ കിങ്ഡം ഓഫ് നോർവേ. നോർവേയുടെ പകുതിയും ഉത്തരധ്രുവത്തിലാണ്. സ്വീഡൻ, ഫിൻലൻഡ്, റഷ്യ എന്നിവയാണ് അയൽ രാജ്യങ്ങൾ. പാതിരാ സൂര്യന്റെ നാട്. അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം. എന്നാൽ അർദ്ധരാത്രി പോലും സൂര്യനെ കാണാവുന്ന ഒരു രാജ്യമുണ്ട്. എപ്പോഴുമല്ല, ചില കാലങ്ങളിൽ രാത്രി 12 മണിക്ക് പോലും അവിടുത്തുകാർക്ക് സൂര്യനെ കാണാം. അതെ, പാതിരാ സൂര്യന്റെ നാട് എന്ന ഓമന പേരുള്ള നോർവേയാണ് ആ രാജ്യം. വേനൽക്കാലങ്ങളിലാണ് പാതിരാ സൂര്യനെ കാണാനാവുക. ഓസ്ലോ ആണ് നോർവേയുടെ തലസ്ഥാനം. 1952 ഒളിമ്പിക്സിന് വേദിയായത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയാണ്. 1200 വർഷക്കാലം പഴക്കമുള്ള കപ്പലുകൾ വരെ ചില മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചോതുന്നവയാണ് ഈ കപ്പലുകൾ. മാത്രവുമല്ല, നിരവധി കപ്പൽ യാത്രകളെക്കുറിച്ചുള്ള അവിസ്മരണീയമായ രേഖകൾ മ്യൂസിയങ്ങളിലുണ്ട്. മ്യൂസിയങ്ങളുടെ പട്ടണമാണ് ഓസ്ലോ. അനവധി ചരിത്ര വസ്തുക്കൾ ഇവിടെയുണ്ട്. മിക്കതും വൈക്കിങ്ങുകാലത്തെ പ്രതാപം വിളിച്ചോതുന്നവയാണ്. സാഹസികരായ നാവികരുടെ രാജ്യം എന്ന് പ്രശസ്തമായ നോർവേയിൽ കടലിലാണ്ടുപോയ നിധി സ്വന്തമാക്കാൻ പരിശ്രമിച്ച ധീരനാവികരുടെ ധാരാളം കഥകളുണ്ട്. നോർവേയുടെ വടക്ക് ബാരാൾസ് കടലും പടിഞ്ഞാറ് നോർത്ത് സീനക് സ്കാഗറാക് കടലിടുക്കുമാണ്. കപ്പൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായ ഈ പ്രദേശത്ത് വിദൂരദേശങ്ങളിൽ നിന്ന് സാധനങ്ങളുമായി വന്ന നിരവധി കപ്പലുകൾ കടലിൽ മുങ്ങിത്താഴ്ന്നിട്ടുണ്ട്. ധാരാളം തടാകങ്ങളുള്ള രാജ്യങ്ങളിൽ പ്രധാന പങ്കുണ്ട് നോർവേക്ക്. 20 ലക്ഷം തടാകങ്ങളുണ്ട് നോർവേയിൽ. തടാകങ്ങളുടെ നാടാണ് നോർവേ. ഈ തടാകങ്ങളിൽ നിന്ന് മത്സ്യം പിടിക്കലാണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ. ലോകത്തിലെ അതിമനോഹരമായ രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. ആകെ ഭൂമിയുടെ പകുതിയും വനങ്ങളാണ്. ഇതാണ് നോർവേയെ മനോഹരമാക്കുന്ന മറ്റൊന്ന്. വിദ്യാഭ്യാസമാണ് നോർവേയിലെ മറ്റൊരു സവിശേഷത. തികച്ചും സൗജന്യമാണ് നോർവേയിൽ വിദ്യാഭ്യാസം. മാത്രമല്ല, നിർബന്ധമായും എല്ലാ കുട്ടികളും സ്കൂളിൽ പോയിരിക്കണം. പബ്ലിക് സ്കൂളുകളിലാണ് വിദ്യാർത്ഥികളിൽ അധികവും പഠിക്കുന്നത്. ജനസാന്ദ്രത വളരെ കുറവായ നോർവേയുടെ അധീനതയിൽ അനവധി ചെറുദ്വീപുകളുണ്ട്. ഇവയിൽ മിക്കവയും ജനവാസമില്ലാത്തവയാണ്. 1771 കിലോമീറ്ററാണ് നോർവേയുടെ ആകെ നീളം. ഏറ്റവും കൂടിയ വീതി 430 കിലോമീറ്റർ മാത്രം. വനങ്ങൾക്കൊപ്പം തടാകങ്ങളും വിസ്തൃതമായ പുൽത്തകിടുകളും തണുത്തുറഞ്ഞ കാലാവസ്ഥയും നോർവേയെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നു. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും നോർവേയിൽ വന്നു പോകുന്നത്. അപൂർവ ഇനത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഈ വനത്തിലുണ്ട്. പൈൻ, സ്പ്രൂസ്, ബിർച്ച് എന്നിവയാണ് വനങ്ങളിൽ പ്രധാനമായി കാണുന്ന മരങ്ങൾ. ഈ വനങ്ങളെ ആശ്രയിച്ചാണ് നോർവേയിലെ ഒരു പ്രധാന വ്യവസായം നിലനിൽക്കുന്നത്. അതിമനോഹരമായ ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല, അല്ലേ? മനോഹരമായ മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.